പെട്രോൾ വേഷന് 2.25 ലക്ഷം രൂപയും ആ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ഡീസലിന് 3.25 ലക്ഷം രൂപയും ഈ ഒരു ഫോർമാറ്റിങ്ങിന് 4 ലക്ഷം. അപ്പോൾ പണ്ട് കവി പാടിയ പോലെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറയുന്ന പോലെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം മെഴ്സീഡീസ് ബെൻസിൻ്റെ. ഇനി എണ്ണം പറഞ്ഞ ലോഗോ ടെയിൽ ലാമ്പിലുണ്ടോ? യെസ്, കണ്ടുപിടിച്ചു. മെഴ്സീഡീസ് ബെൻസിൻ്റെ GLA. ഈ GLA എൻ്റെ മുന്നിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടി വല്ലാണ്ട് വളർന്നു പോയി എന്നുള്ളതാണ്. ആദ്യ ജനറേഷൻ GLA നിന്ന് രണ്ടാം ജനറേഷൻ GLAയുടെ ഒരു പുതിയ ഫേസ് ലിഫ്റ്റായിട്ട് വേണ്ടി നിൽക്കുമ്പോൾ ഇതിന് തീർത്തും ഒരിത്തിരി വലിപ്പം വെച്ചു, ഒരിത്തിരി കൂടി അഴകളകളുടെ ഭംഗി വെച്ചു. അപ്പോൾ ഇത് ഏറ്റവും പുതിയ GLA ആണ്. 2024 മോഡൽ വണ്ടി 12 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. $51,15,000 രൂപ മുതൽ 58,74,000 രൂപ വരെ ഏകദേശം എക്സ്ഷോറൂം പ്രൈസാണ് GLAക്ക്. അപ്പോൾ ഇത് GLAയുടെ 220D എന്ന് പറയുന്ന ഡീസൽ മോഡലാണ്. അതിൻ്റെ AMG ലൈനും. ഇപ്പോൾ A43 AMG എന്നൊക്കെ പറയുമ്പോൾ പോലെ GLAക്ക് ഒരു AMG വേർഷൻ ഇന്ത്യയിലില്ല. പക്ഷേ ഈ ഒരു AMG ലൈൻ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു കൗതുകത്തിന്, ഈ വണ്ടി ഒരു സ്റ്റാർ ആണല്ലോ, മെഴ്സീഡീസ് ബെൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് എത്ര സ്റ്റാർ ഉണ്ട് എന്നുള്ളത് നോക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ വീലുകളുടെ ആ ഒരു ഡിസൈൻ സ്റ്റാറാണ്, 5 പോയിൻ്റ് സ്റ്റാറാണ്. പക്ഷേ അതിനകത്തൊരു 3 പോയിൻ്റ് സ്റ്റാർ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വീലുകളിൽ 8 സ്റ്റാർ, സ്റ്റിയറിങ്ങിലൊന്ന് 9, ഫ്രണ്ടിൽ 2 10, 11, ബാക്കിലൊന്ന്, അങ്ങനെ 12ഓളം എണ്ണാവുന്ന സോളിഡായിട്ടുള്ള സ്റ്റാർസുള്ള ഒരു വണ്ടി കൂടിയാണ് GLA എന്നുള്ളതാണ്. GLAക്ക് ഒരിത്തിരി വലുപ്പം വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ വലുപ്പം എമ്പാടും കാണാം, വീലുകൾ കാണാം. ഈ AMG ലൈനിന് 19 ഇഞ്ചാണ് വീല്. ഈ ഒരു GLAയുടെ മുൻവശം തീർത്തും ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു LED ഹെഡ് ലാമ്പ് കാണാം. ഹെഡ് ലാമ്പിനകത്ത് തന്നെയാണ് DRL ഉള്ളത്. താഴെ ഫോഗ് ലാമ്പില്ല, ആ പൊസിഷൻ ഓപ്പൺ ആണ്. ഇനി ആ ഒരു ഗ്രില്ല് കണ്ടോ, പഴയ A ക്ലാസ്സിൽ വന്നിട്ടുള്ള ആ ഒരു ഗ്രില്ലിൻ്റെ കുറച്ചുകൂടി വിപുലമായ രൂപം എന്ന് പറയാം. ഈ ചെറിയ ഡയമണ്ടുകളൊക്കെ അല്ലെങ്കിൽ ഹെക്സഗോണൽ ക്രോം എല്ലാം കാണാൻ ഭംഗിയുണ്ട്. ഈ വലിയ മെഴ്സീഡീസിൻ്റെ 3 പോയിൻ്റ് ലോഗോയുടെ ഇരുവശത്തും കൊടുത്ത ഈ ഫിന്ന് പോലുള്ള ഭാഗം തീർത്തും കൗതുകം ഉണ്ടാകുന്നുണ്ട്. ഒരിത്തിരി അധികമാണോ എന്ന് വെച്ചാൽ അധികമാണ്, പക്ഷേ കാണാൻ ഭംഗിയുണ്ട്. ഇനി 360 ക്യാമറ കാണാം. ഇതിനകത്ത് ADAS ലെവൽ 2 ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ റഡാറും കാര്യങ്ങളൊന്നും കാണില്ല. മുകളിലും ആ ഒരു ലോഗോ ഉണ്ട്. ഇനി വശങ്ങളിൽ വീൽ ആർച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് ക്ലാഡിങ് എല്ലാം കാണാം. ഫ്രണ്ട് ബമ്പറിന്ന് തുടങ്ങിയിട്ട് ആ ഒരു ക്ലാഡിങ് ഇങ്ങനെ പോകുന്നത് തീർത്തും ഭംഗിയുണ്ട്. ആ ക്ലാഡിങ്ങിന് മുകളിൽ ക്രോം എലമെൻറ്റുകളുണ്ട്. കൂടാതെ ഡോറിലുമുണ്ട് ക്രോം എലമെൻറ്റ്. ഈ ഡോർ ബോർഡർ ലൈന് ക്രോമാണ്. 360 ക്യാമറ ഈ ഒരു വിങ് മിററിലും കാണാം. LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇനി മുകളിൽ ആ ഒരു റൂഫ് റെയിലും വലിയ പനോരമിക് സൺ റൂഫും ഉണ്ട് കേട്ടോ. ADAS ക്യാമറ കാണാം. ADAS ലെവൽ 2 അല്ല, എന്നാലും ആ ഒരു ക്യാമറ കാണാം. പിന്നെ ഇവിടെ താഴെ വൈപ്പേഴ്സൊക്കെ തന്നെയും തീർത്തും ആ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. വലിയ ബോണറ്റ് ഏരിയ ആണ്. ബോണറ്റിൻ്റെ മുകളിൽ ക്രീസിങ് കട്ടിങ് എല്ലാം കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. ഇനി 19 ഇഞ്ച് വീലാണ് ഞാൻ പറഞ്ഞു. ഈ വീലിൻ്റെ ആ ഒരു ഡിസൈൻ നോക്കി, ഹലോ വീൽ ഡിസൈൻ നോക്കി, തീർത്തും നല്ല ഭംഗിയുള്ള ഡിസൈൻ അല്ലേ. ഇത് 235/50/19 സൈസ് വീലാണ്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുള്ള GLAക്ക് ഓട്ടോ ബ്രേക്കിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്. ഇനി മുന്നിലായിട്ട് ആ ഒരു ഏഡാമുണ്ട്. ഏഡാമിനെ ആ ഒരു താഴെ കാണാം. അതിൻ്റെ താഴത്തൊരു ക്രോം എലമെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്രോമിൻ്റെ അതിപ്രസരമുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു GLA എന്നുള്ളതാണ്. മുൻ പിൻ പാർക്കിംഗ് സെൻസറുകളുള്ള മെഴ്സീഡീസ് ബെൻസ് GLA എന്ന് പറയുന്നത് ഓക്കെ, സേഫ്റ്റിയുടെ കാര്യത്തിൽ വലിയ കാര്യമായിട്ട് ഊന്നി പറയേണ്ട കാര്യമില്ല. ബെൻസാണ്. ബോഡി ഫ്ലെക്സ് ഒന്നും അല്ലെങ്കിൽ ബോഡി പാനലൊന്നും ഫ്ലെക്സ് ചെയ്യുന്നൊന്നുമില്ല. തീർത്തും ആ ഒരു സോളിഡ് ഫീലുള്ള ഒരു വണ്ടി തന്നെയാണിത്. ഈ വണ്ടിക്ക് അതൊരു ഡീസൽ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 220D എന്നുള്ള ആ ഒരു കോഡ് നെയിം കിട്ടില്ലേ. അപ്പോൾ ഡീസൽ എഞ്ചിൻ്റെ പവറും ടോർക്കും എന്ന് പറയുന്നത് ശരിക്കും 190 HP പവറും 400 Nm ടോർക്കുമാണ്. 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബോണ്ടും തുറക്കണം, എഞ്ചിനും വേണ്ടേ. നമ്മളിത് പൊക്കുകയാണ്. ഓക്കെ, ആ ഒരു വലിയ ബോണറ്റ് ഷെല്ല് പൊങ്ങി. അപ്പോൾ നമുക്ക് ആ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ കാണാം. മൈറ്റി 4 സിലിണ്ടർ എഞ്ചിനാണ്. 190 ആ ഒരു HP എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാം. കൂടാതെ ECUം കാര്യങ്ങളൊക്കെ തന്നെ കാണാം കേട്ടോ. ഇനി ബോണറ്റ് ഇൻഫ്ലേഷൻ ഉണ്ട്. കൂടാതെ ഗ്യാസ് സ്ട്രട്ടുകളിലാണ് ആ ഒരു ബോണറ്റ് നിൽക്കുന്നത്. അപ്പോൾ LED ഹെഡ് ലാമ്പിൻ്റെ ഒരു കാര്യം ഇവിടെ നോക്കുമ്പോഴേ ആ ഒരു മെഴ്സീഡീസ് ബെൻസ് എന്നുള്ള LED ഹൈ പെർഫോമൻസ് എന്നുള്ള ലെറ്ററിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കൂടാതെ കുഞ്ഞേ 2 സ്റ്റാർ നമുക്ക് ആ ഒരു ഹെഡ് ലാമ്പിലും കാണാം കേട്ടോ. ഇതാണ് സ്റ്റാർ കണ്ടില്ലേ. അപ്പോൾ സ്റ്റാറുകളുടെ എണ്ണം കൂടുകയാണ്, കുറയുന്നില്ല. മെഴ്സീഡീസ് ബെൻസിൻ്റെ
ആ ഒരു കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റമുള്ള ഫോമാറ്റിക്കാണ് ഈ ഒരു വണ്ടി. അതായത് ഇത് 4 വീൽ ഡ്രൈവ് കൂടിയാണ്, ഓഫ് റോഡ് മോഡ് കൂടിയുണ്ട്. ഇനി GLA 220D എന്നുള്ള മോണിക്കർ ഇവിടെ കാണാം. കൂടാതെ നല്ല ഭംഗിയുള്ള ഒരു ഹാച്ച് ഡോർ അല്ലെങ്കിൽ ഒരു പിൻ ഡോറാണ്, അല്ലെങ്കിൽ പിന്നിലെ ഒരു ബൂട്ട് ഡോറാണ്, എന്തുവേണേൽ പറയാം. ഇനി വലിയൊരു സ്പോയിലറിൻ്റെ ഉള്ള ഒരു ഹൈ മൗണ്ട് ഷോപ്പിലാകും ആ ഒരു ഡിഫോഗറും എല്ലാം തന്നെ ഭംഗിയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് എനിക്ക് GLAയുടെ മുന്നാണോ പിന്നാണോ സൈഡാണോ ടോപ്പാണോ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ പറയും എൻജിൻ റൂമാണെന്ന്. അതിനുള്ള കാരണം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പറയാം കേട്ടോ. ഇനി ഇവിടെ പവർ ടെയിൽ ഗേറ്റാണ്. ഈ പവർ ടെയിൽ ഗേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. വലിയ ബൂട്ട് ഏരിയയാണ്. ബൂട്ട് ഏരിയക്കകത്ത് നമുക്ക് ആ ഒരു 3ആയിട്ട് മടക്കാവുന്ന സീറ്റിൻ്റെ കാര്യങ്ങളും കൂടാതെ ബ്ലാക്ക് ആ ഒരു കാർപ്പറ്റിംഗ് എല്ലാം കാണാം. ഇനി ഇത് പൊക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വീലുണ്ട്, സ്പെയർ വീൽ എന്ന് പറഞ്ഞാൽ സാധാ ചെറിയൊരു വീലാണ്. ആ വീലിന് എനിക്ക് തോന്നുന്നു വലിയ ആ ഒരു കാരണം പറയില്ല, കുഞ്ഞൊരു വീലാണ്. അലോയ് വീലല്ല, സ്റ്റീൽ വീൽ തന്നെയാണ്, സ്പേസ് സേവറാണ്. പിന്നെ സാധാരണ മെർസിഡീസിൽ കാണുന്ന പോലെ ആ ഒരു കുളത്തുകളൊക്കെ ഉണ്ട്, നമ്മുടെ നെറ്റൊക്കെ ഇടാനുള്ളത്, അതൊക്കെ തന്നെ കാണാം. അതൊക്കെ തന്നെ പുതിയ കാര്യമൊന്നുമല്ല. ഇനി ഇവിടെ നമുക്ക് ഈ ക്ലോസ് ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ള ബട്ടൺസും ഒരു ലൈറ്റില്ലേ ഹസാർഡ് പോലെ, അത് തുറന്ന് വെച്ചിട്ടാണെന്ന് അറിയാൻ വേണ്ടിയുള്ള റെഡ് ലൈറ്റും ഉണ്ട്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. പാർഷ്യൽ ഷെൽഫ് കൂടി വണ്ടിക്കകത്ത് നിങ്ങൾ കണ്ടു കാണും. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ലോഗോ, അതായത് എണ്ണം പറഞ്ഞ ലോഗോയിലൊന്ന്. ഇനി താഴെ കാണുന്ന ആ ഒരു പാർക്കിംഗ് സെൻസേഴ്സും ഈ ഒരു ടോ ഹുക്കിൻ്റെ ഓപ്പണിങ്ങും 2 ഫേക്കായിട്ടുള്ള എക്സോ സ്റ്റിപ്പുകളൊക്കെ ഈ ഒരു വണ്ടിയുടെ ഭംഗിക്ക് സഹായിക്കുന്നുണ്ട്. ഒറ്റ പൈപ്പേ ഉള്ളൂ, താഴെയായിട്ട് കാണാം. ഒരു ഓഫ് റോഡ് നിലയ്ക്ക് അല്ലെങ്കിൽ ഓഫ് റോഡ് ചെയ്യാവുന്ന ഒരു GLA നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ആവശ്യത്തിന് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി വണ്ടിക്കുണ്ട്. ഇനി എണ്ണം പറഞ്ഞ ലോഗോ ടെയിൽ ലാമ്പിലുണ്ടോ? യെസ്, കണ്ടുപിടിച്ചു. 1, 2. അപ്പോൾ പണ്ട് കവി പാടിയ പോലെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറയുന്ന പോലെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെ എല്ലാം മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോ മാത്രം എന്നുള്ള ഒരു കാര്യം നമുക്ക് GLA കാണാം. ഇനി ഇവിടെ ഒരു ബമ്പറിലൊരു ചെറിയ കട്ടിങ് എല്ലാം കൊടുത്ത് ഒരു വെൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ റിഫ്ലക്ടർ ഉണ്ട്. അപ്പോൾ ഒരു മോണോട്ടോൺ ഫീലൊന്നും ബമ്പറിനില്ല. ആ ഒരു ഗ്ലോസി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ ക്രോം ഫിനിഷും ഒക്കെ തന്നെയും വണ്ടിക്കകത്ത് കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്രോമിൻ്റെ അതിപ്രസരം ഒന്ന് എടുത്തു പറയാവുന്നൊരു വണ്ടിയാണിത്. പക്ഷേ വശങ്ങളിലെ ക്രോം അത്ര ഒരു ക്രോമല്ല, ഒരു അലുമിനിയം ഫിനിഷാണ്. ഈ ഒരു ഡോർ ഹാൻഡിലെ ക്രോമാണ്. ഈ GLAയും വരുന്നത് MFA പ്ലാറ്റ്ഫോമിലാണ്. മോഡുലർ ഫ്രണ്ട് ആർക്കിടെക്ചർ എന്ന് പറയുന്ന MFAയിലാണ്. അപ്പോൾ ഒരു ഫൺ ഫാക്ടർ പറയട്ടെ. ഈ വണ്ടി GLA എന്ന് പറയുന്ന വണ്ടി ഓൾട്ടുഗദർ 15% ബയേഴ്സ് എന്ന് പറയുന്നത് വുമൺ ഡ്രൈവേഴ്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ ലേഡീസിന് ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് കൂടി വേണമെങ്കിൽ പറയാമല്ലേ? പറയാം. ഓക്കെ. ഇനി A ക്ലാസ്, B ക്ലാസ്, GLB, EQB കൂടാതെ ഈ ഒരു GLA ഒക്കെയും ഒരേ പ്ലാറ്റ്ഫോമിൽ വണ്ടികളാണ്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് നമുക്ക് പുതിയ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ഒരു സ്പോക്കുകളാണെങ്കിലും അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻ 2 സ്ക്രീൻ കൂടുന്ന സങ്കരയിനമാണെങ്കിൽ നമ്മൾ EQB കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മികച്ച ഒരു ഡാഷ്ബോർഡ് ഡിസൈനാണ്. കൂടാതെ അൽക്കൻഡാര ലെതർ ഇൻസെർട്ടുകളൊക്കെ തന്നെയും ഈ ഒരു വണ്ടിക്കകത്ത് കാണാം. ഡോർ പാഡിൽ അൽക്കൻഡാരയുടെ ആ ഒരു ഇൻസെർട്ട് കാണാം. ഇവിടെ കണ്ടോ, നല്ല സോഫ്റ്റാണത്. ഇനി താഴെ കൊടുത്ത ആ ഒരു അലുമിനിയം ആയിട്ടുള്ള കളറിലുള്ള അല്ലെങ്കിൽ ആ ഒരു തീമിലുള്ള ആ ഒരു ഗ്രാബ് ഹാൻഡിലും ഡോർ ലോക്കും സീറ്റുകളുടെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടെ ആ ഒരു മെമ്മറി ഫംഗ്ഷനൊക്കെ കാണാം. ഈ ഒരു പാറ്റേൺ നല്ലതാണ്, ഭംഗിയിട്ട് കാണാനായിട്ട്. ഇപ്പോൾ മെമ്മറി ഫംഗ്ഷൻസ് ഉണ്ട്, പക്ഷേ കൂടിയ മോഡൽ മെർസിഡീസ് ബെൻസിൻ്റെ പോലെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കാണില്ല. പിന്നെ സ്വിച്ചുകളൊക്കെ തന്നെയും മെർസിഡീസ് ബെൻസിൻ്റെ സ്വിച്ചുകളാണ്, അതിനകത്ത് വ്യത്യാസം പറയാനില്ല. ഇനി ഇവിടെ നമുക്കൊരു വലിയ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. വലിയ ബോട്ടിൽ ഹോൾഡർ ഞാനൊരു ലിറ്ററിൻ്റെ ആ ഒരു ബോട്ടിൽ വെച്ചത് ശരിക്കും ആ ഒരു ബോട്ടിൽ ഹോൾഡറിൻ്റെ ആ ഒരു ഡെപ്ത് കാണിക്കാനാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, താഴെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പീക്കർ കാണാം, സ്പീക്കറിലേക്ക് വരാം. അത് മാത്രമല്ല ഇവിടെ ആ ഒരു ബൂട്ട് ഓപ്പണിംഗ് ഉണ്ട്, പവേർഡ് ബൂട്ടാണ്. നമുക്കത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ഡോർ പാഡും ആ ഒരു ഡാഷ്ബോർഡും കൂടി ചേർന്ന ഭാഗത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇൻസെർട്ടുകളൊക്കെ തന്നെയും അല്ലെങ്കിൽ ആ ഒരു കട്ടിങ് കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെ ഭംഗി തോന്നിച്ചു. ഇനി ഇവിടെ ഉണ്ടോ ആ ഒരു എയർ ബാഗിൻ്റെ വാണിംഗ് ഉണ്ട്. എയർ ബാഗുള്ള മോഡലാണിത്, അതിൻ്റെ വാണിംഗ് ആണത്. ഇനി തീർത്തും സുപരിചിതമായ ഡാഷ്ബോർഡാണ്, പ്രത്യേകിച്ചും നമ്മൾ EQB ഓടിച്ച് വന്നാൽ സ്ഥിതിക്ക്. അപ്പോൾ സ്റ്റിയറിംഗ് വീലിലാണ് ഇതിൻ്റെ മാറ്റങ്ങൾ. സ്റ്റിയറിംഗ് വീലിൽ ടച്ച് പാനലും അതല്ലാണ്ട് ആ ഒരു സ്പോക്കുകളൊക്കെ തന്നെയും പുതിയതാണ്, ഏറ്റവും പുതിയ മോഡലിൻ്റെ ആ ഒരു കാര്യമായിട്ട് കാണാം. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ സ്പോക്കുകളുടെ കാര്യം ഇതൊക്കെ തന്നെയും കൂടിയ മോഡൽ മെർസിഡീസ് ബെൻസിൽ GLAയ്ക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇവിടെ ആ ഒരു സ്റ്റിച്ചിങ് റെഡ് കളറിലാണ്. കൂടാതെ ഈ ടച്ച് പാനൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ ചെറിയൊരു അനോയിങ്ങായിട്ട് കാര്യം ഞാൻ കാണിച്ചു തരാം. ഇനി ഇവിടെ ആ ഒരു അൽക്കൻഡാര ഇൻസേർട്ടുള്ള ലെതർ സീറ്റുകൾ അത്യാവശ്യം നല്ല സപ്പോർട്ടീവാണ്. അത്യാവശ്യം നല്ല ആ ഒരു ബോൾസ്റ്ററിങ് ഉണ്ട്, ഇരിക്കാൻ രസമുണ്ട്, സുഖമുണ്ട്. കൂടാതെ ആ ഒരു അൽക്കൻഡാര ഇൻസേർട്ട് കാണാം. പക്ഷേ വെന്റിലേറ്റർ സീറ്റ് ഫംഗ്ഷനിങ് വണ്ടിക്കില്ല. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കൂടാതെ ലംബ് സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇനി പറയേണ്ടത് കാര്യം പെഡലുകളാണ്. സ്പോർട്ടി പെഡലുകളാണ് GLAയ്ക്ക്. ആ ഒരു AMG ലൈനിൻ്റെ പെഡലുകളും സ്പോർട്ടിയാണ് എന്നുള്ളതാണ്. കൂടാതെ സിൽ പ്ലേറ്റും ഉണ്ട് ആ ഒരു മെർസിഡീസ് ബെൻസിന് എഴുതിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഏറ്റവും മികച്ച ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീനുകളിൽ അല്ലെങ്കിൽ സിസ്റ്റങ്ങളിലൊന്ന് മെർസിഡീസ് ബെൻസാണ്.
ക്ലസ്റ്ററും അങ്ങനെ തന്നെ. ഈ ക്ലസ്റ്റർ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ക്ലസ്റ്റർ നമുക്ക് ഒരു പല വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫുൾ സ്ക്രീൻ മാപ്പ് എന്നുള്ള ആ ഒരു കാര്യമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ വയ്ക്കാം. ഇപ്പോൾ ഓഫ് റോഡ് മോഡിൻ്റെ കാര്യത്തിൽ ഓഫ് റോഡ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് പടാസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ആ ഒരു സ്ക്രീൻ ഉണ്ട്. പക്ഷേ ഞാനെപ്പോഴും ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഞാനെപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മോഡ് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ക്ലാസിക്കാണ്. ഓക്കെ, ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, നടുവിൽ ആ ഒരു പ്ലേ ചെയ്യുന്ന സംഗതി ഒടിമക മോനെ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ആ ഒരു മീഡിയ സ്ക്രീൻ ഉണ്ട്. ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്, അത് കണക്ട് ചെയ്ത് വെച്ച് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ആ ഒരു ഹോമിലേക്ക് പോയാൽ സാധാരണ ആ ഒരു മെഴ്സീഡീസ് ബെൻസിൻ്റെ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സീറ്റ് കൈനറ്റിക്സ് ഉണ്ട് കംഫർട്ടിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു മറ്റേ വെന്റിലേറ്റർ സീറ്റിലെങ്കിലും സീറ്റ് കൈനറ്റിക്സ് ഉണ്ട്. ഈ സ്ക്രീൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ ക്യൂബിൽ കണ്ട സ്ക്രീൻ തന്നെയാണ്. സീറ്റ് കൈനറ്റിക്സിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും 2 സീറ്റിനും ആ ഒരു കൈനറ്റിക്കിൻ്റെ ആ ഒരു കാര്യങ്ങളുണ്ട്. കൂടാതെ ഓഫ് റോഡ് മോഡിലുണ്ട്. ഓഫ് റോഡ് മോഡിൻ്റെ കാര്യങ്ങൾ കൂടെ കാണാം. ഇപ്പോൾ നമുക്ക് ആ ഒരു കോമ്പസിലെ പൊസിഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. വാട്ടർ ഡെപ്ത് എത്ര ഉണ്ട് കാര്യങ്ങൾ കാണാം. ഇപ്പോൾ DSR എന്ന് പറയുന്നത് ആ ഒരു ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ കാര്യമാണ്, അതുണ്ട്. കൂടാതെ ട്രാക്ഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയും ബെൻസിൻ്റെ കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്, മെഴ്സീഡീസിൻ്റെ കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. ആപ്പ് സപ്പോർട്ട് ഉണ്ട് ഈ ഒരു മെഴ്സീഡീസിൻ്റെ. ഇതിനകത്ത് അത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. കൂടാതെ മീഡിയ, റേഡിയോ, ഫോൺ, നാവിഗേഷനും ഉണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. ആ ഒരു കാര്യമായിട്ട് കാണാം. ഇപ്പോൾ മുകളിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താലും നമുക്ക് ആ ഒരു ട്രാഫിക്, റേറ്റ് ഓവർവ്യൂ, സൗണ്ട്, കാർ വാഷ് മോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതെല്ലാം ഈ ക്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വണ്ടിക്കകത്ത് കാണാവുന്നതാണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള, നല്ല ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് ഈ ഒരു സ്ക്രീൻ എന്നുള്ള MBUX-ലാണ്. ഇപ്പോൾ പുതിയ മോഡലിന് വലിയ സ്ക്രീനൊക്കെ വരുന്നുണ്ട് പല മോഡലുകൾക്കും. അപ്പോൾ GLA-ക്ക് അത് ലളിതമാണ്, സുന്ദരമാണ്. കൂടാതെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് മികച്ചതാണ്. ആ ഒരു നമ്മൾ പറയുന്ന ഒരു ബെർമസ്റ്റർ ഒന്നുമല്ല, എന്നാലും സൗണ്ട് സിസ്റ്റമൊക്കെ കാണാം, സബ് വൂഫർ കാണാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇനി 3 AC വെൻറ്റുകൾ നമ്മൾ അധികം കാണാറില്ല ഫ്രണ്ട് റോയിൽ, അതായത് ഈ ഒരു നടുവിലായിട്ട്. മെഴ്സീഡീസ് ബെൻസിന് അങ്ങനെ കാണാം. ഇതിൽ ഒരു ഫൺ ഫാക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആംബിയൻ ലൈറ്റിംഗ് ഒരുപാടുള്ളൊരു മോഡലാണത്. അപ്പോൾ നമ്മൾ കൂളാക്കുമ്പോൾ നീലയും ഹീറ്റാകുമ്പോൾ റെഡുമായിട്ട് ലൈറ്റും പറഞ്ഞൊരു കാര്യം കാണാം. ഡ്യുവൽ സോണാണ് AC എന്നുള്ളതാണ്. 10.2 ഇഞ്ചാണ് ഈ സ്ക്രീൻ എന്നുള്ളതാണ്. കൂടാതെ ഇതാണ് ആ AC വെൻറ്റ്, ഞാൻ പറഞ്ഞ AC വെൻറ്റുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഗ്ലോ ബോക്സ് അത്യാവശ്യം നല്ല സ്പേസൊക്കെയുള്ള ഗ്ലോ ബോക്സാണ്, വലിയ പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ആവശ്യങ്ങൾ ഉതകുന്ന 2 കമ്പാർട്ട്മെൻറ്റുള്ള 2 നിലയുള്ള ഒരു ഗ്ലോ ബോക്സാണ്. ഇവിടെ കൊടുത്ത ഈ ഒരു ഇൻസേർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് മാത്രമല്ലാണ്ട് ഓട്ടോ ഡിമ്മിങ്ങുള്ള മിററും എല്ലാം തന്നെ കാണാം. ഇവിടെ കണ്ടോ ആ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി ഇവിടെ സൺവൈസറിലാണെങ്കിലും ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. അടച്ചു വെക്കാവുന്ന മിററാണ്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം തുറന്നു നോക്കിയാൽ മതി. വലിയ അത്യാവശ്യമൊന്നുമില്ല, ലൈറ്റും ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇതാണ് ആ ഒരു AC-യുടെ പാനൽ. ഈ AC പാനൽ നമ്മൾ മറ്റ് മെഴ്സീഡീസ് ബെൻസിൽ കണ്ട ആ ഒരു പാനൽ തന്നെയാണ്. അതിൽ സിങ്ക് എന്നുള്ള ബട്ടൺ ഉണ്ട്. 2 ആ ഒരു സോണുകളെ സിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രമീകരിക്കുന്ന ഒരു കാര്യമായിട്ട് കാണാം. പിന്നെ ഇവിടെ ആ ഒരു സെൻട്രൽ കൺസോളിൽ വയർലെസ് ചാർജിങ് പാഡ് ഉണ്ട്, കപ്പ് ഹോൾഡറുകളുണ്ട്. ഈ കപ്പ് ഹോൾഡർ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ആ ഒരു വലുതാക്കാൻ ചെറുതാക്കാൻ പറ്റുന്ന കപ്പ് ഹോൾഡർ തന്നെയാണ്. ഇവിടെ ആ ഒരു ഡൈനാമിക് അല്ലെങ്കിൽ ആ ഒരു ക്യാമറ അല്ലെങ്കിൽ ആ ഒരു വോളിയം ബട്ടൺസ് കാണാം. ഇനി ഇതൊരു പാഡാണ്, സ്റ്റോറേജ് പാഡ് എന്ന് പറയാം. ഇവിടെ ആംബ്രസ്റ്റ് തുറക്കാൻ പറ്റും. ചില മെഴ്സീഡീസ് ബെൻസുകളെ പോലെ ഇരുവശത്തേക്ക് തുറക്കാൻ പറ്റില്ല. ഇത് നടുവെന്ന് അങ്ങ് ഓപ്പണായി വരുന്ന കാര്യമാണ്. ഇനി കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ മെഴ്സീഡീസ് ബെൻസിനും പോലെ എന്ന് പറയാം. പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക് പീസ് കാലിൽ തട്ടുന്നത് ഒരു ഇത്തിരി അരോചകമായിട്ട് തോന്നി. അതായത് വലിയ സുഖമല്ലാതെ തരുന്നത്, ഒരു സുഖക്കുറവാണ്. ഞാനെപ്പോഴും അടച്ചാണ് വെച്ചിട്ടുള്ളത്. വാണിംഗ് ലേബിൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഇടതുവശത്താണ്. കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നോട്ട് എക്യുപ്ഡ് വിത്ത് ഓട്ടോമാറ്റിക് പാസഞ്ചർ എയർ ബാഗ് ഡീആക്ടിവേറ്റ് സിസ്റ്റം. പിന്നെ വിൻഡോയ്ക്ക് സൺഷെയ്ഡില്ല. ഇവിടെ ഡോർ പാഡിൽ ആൽക്കൻഡാര ഇൻസേർട്ട് ഉണ്ട്. വലിയ ഹാൻഡിലും ആ ഒരു ബോട്ടിൽ ഹോൾഡറും ചുവന്ന സ്റ്റിച്ചിങ്ങും എല്ലാം തന്നെ കാണാം. കേട്ടോ, മെഴ്സീഡീസ് ബെൻസിൻ്റെ GLA-യുടെ ലെഗ് റൂം അടിപൊളിയാണ്, ഹെഡ് റൂം അടിപൊളിയാണ്. ഈ ഒരു സൺ റൂഫ് എന്ന് പറയുന്നത് വലുതാണ്. എൻ്റെ റൂഫ് ആ ഒരു റൂഫായതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട്. പക്ഷേ 2 പേർക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റല്ല. ഇവൻ 3 ഹെഡ് റെസ്റ്റുകളും 3 പ്രോപ്പർ സീറ്റ് ബെൽറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 3ാമത്തെ ആൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് മെഴ്സീഡീസ് ബെൻസിൻ്റെ ഒരു ക്യൂ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. അത് 2 സീറ്റുകളുടെ ബേസിന് ആൽക്കൻഡാര കൊടുത്തിട്ട് നടുവിൽ സീറ്റിനെ കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഹെഡ് റെസ്റ്റൊക്കെ വലുതാണ്, ഉയർത്തി വയ്ക്കാൻ പറ്റും. ഈ ഒരു ഹെഡ് റെസ്റ്റിനും ആ ഒരു കാര്യമുണ്ട്, മുന്നോട്ടും പിന്നോട്ടും വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കൂടി. ഇവിടെ AC വെൻറ്റുകൾ കാണാം. താഴെ നമുക്ക് ആ ഒരു ചെറിയ ആ ഒരു സ്റ്റോറേജ് സ്പേസിനകത്ത് 2 C പോർട്ടുകളും കാണുന്നുണ്ട്, കണ്ടില്ലേ. കൂടാതെ ഫ്രണ്ട് സീറ്റിൻ്റെ സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ലൈറ്റുകളൊക്കെ LED ആണ് അകത്തെ. ആ ഒരു ഫ്രെയിംലെസ് മിറർ ഞാൻ നേരത്തെ പോലെ കാണാൻ നല്ല ഭംഗി തോന്നിച്ചു. അപ്പോൾ മൊത്തത്തിൽ നല്ല ഹെഡ് റൂമുള്ള, നല്ല ലെഗ് റൂമുള്ള 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാവുന്നൊരു ബേബി മെഴ്സീഡീസ് ബെൻസ് എന്ന് GLA പറയാം. ബേബി അല്ല, കുറച്ച് വലുതായ ബേബി.
ഡ്രൈവിംഗ് അസിസ്റ്റൻസിനകത്ത് നമുക്ക് എന്തൊക്കെയുള്ളത്? ഡൗൺ ഹിൽ സ്പീഡ് റെഗുലേഷൻ DSR എന്ന് വെച്ചാൽ ഓക്കെ ഹിൽ ഡിസൈൻ കൺട്രോൾ. ഇനി കൊളീഷൻ അവോയ്ഡൻസിനകത്ത് ESP, ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ്, ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ് കാര്യം കാണാം. അത് മാത്രമല്ലാണ്ട് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അറ്റൻഷൻ അസിസ്റ്റാണ്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിക്കുന്നൊക്കെ പറയില്ല, അത് ക്യാമറയ്ക്കകത്തോ GPS ബേസ്ഡ് ആക്ടിവേഷൻ ഉണ്ട്, ഓപ്പൺ ക്യാമറ കവർ, ഇത് ഒന്ന് കാണിക്കേണ്ട കാര്യമാണ്. ഇനി ഇവിടെ വെഹിക്കിളിനകത്ത് ഡ്രൈവിംഗ് കംഫർട്ട്, ഒക്യുപ്പൻ പ്രൊട്ടക്ഷൻ, ഓപ്പൺ ക്ലോസ് എന്ന് പറയുന്നത്. ഓപ്പൺ ക്ലോസ് എന്ന് പറയുന്നത് ആ ഒരു ഓട്ടോമാറ്റിക് ലോക്കും കാര്യങ്ങളൊക്കെയാണ്. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആംബിയൻ ലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്ന കാര്യങ്ങൾ, അതായത് അഡാസ് ലെവൽ 2 അല്ല, പക്ഷേ ആവശ്യത്തിനുള്ള ആ ഒരു അസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ക്രൂയിസ് കൺട്രോളൊക്കെ തന്നെയും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഈ ലോഗോ, ഈ സ്വിച്ചുകൾ, ഇതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. അതായത് ഓളിയോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ മതി. കൂടാതെ ഇവിടെയാണ് നമ്മളതിങ്ങനെ നീക്കുന്നതൊക്കെ. പക്ഷേ പലപ്പോഴും നമ്മൾ ഇൻറ്റൻഷനലി അല്ലാണ്ട് ഈ ഒരു പൊസിഷൻ മാറി പോകുന്നുണ്ട്. അത്ര ആക്യുറേറ്റ് ആയിട്ട് തോന്നിയില്ല. ഇത് ഹോം ബട്ടണാണ്, ഹോമിലേക്ക് ഉള്ള ഓപ്ഷനാണ്. ഇനി ഇപ്പുറത്താണെങ്കിൽ അതുപോലെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളാണ്. അപ്പോൾ 2 കൂടാതെ താഴെ 2 ഈ സ്പോക്കുകളൊക്കെ മുറിച്ചിട്ട് ഒരു ഡിസൈൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഷിഫ്റ്റർ ബെൻസിൻ്റെ, അറിയാലോ, വലതുവശത്ത് കാണുന്ന ആ ഒരു സ്റ്റാക്കാണ് ഷിഫ്റ്റർ എന്നുള്ളതാണ്. ഇതാണ് ഷിഫ്റ്റർ. ഇപ്പുറത്ത് അതിൻ്റെ വൈപ്പർ അല്ലെങ്കിൽ ഹെഡ് ലാമ്പ് കോമ്പിനേഷൻ ലിവർ കാണാം. ഇനി സ്റ്റിയറിംഗ് ടിൽറ്റും റീച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇത് ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ചുകളാണ്. ഇത് പാർക്ക് ബ്രേക്ക്. ഇവിടെ നമുക്ക് ആ ഒരു എന്താ പറയുക ഹെഡ് ലാമ്പിൻ്റെ ലെവൽ കാണാം. മെഴ്സിഡീസ് ബെൻസിൻ്റെ GLAയുടെ സെക്കൻഡ് ജനറേഷൻ 2024 ഫേസ് ലിഫ്റ്റ് മോഡൊന്ന് മാറ്റിയിട്ട് ഈക്കോ സ്പോർട്ടാക്കുകയാണ്. സ്പോർട്ടാക്കി ഇൻഡിക്കേറ്റർ ഇട്ട് ലെയിൻ ചേഞ്ച് ചെയ്തു, കാലെടുക്കാം. ഓക്കെ, ഒരുപാട് സ്പീഡൊന്നും എടുത്ത് ഓടിക്കുന്നില്ല, നമ്മുടെ റോഡിലെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ 0 to 100 എന്ന് പറയുന്നത് 7.5 സെക്കൻഡിൽ എത്തുന്നൊരു വണ്ടിയാണത്. നല്ല ഫണ്ണാണ്, നല്ല എൻഗേജിങ് ആണ്, നല്ല ഫാസ്റ്റാണ്. 190 HP 400 Nm എന്ന് പറയുന്ന ഒരു വണ്ടിക്ക് 18 കിലോമീറ്ററോളം ആ ഒരു മൈലേജും കൂടി കമ്പനി പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് 12-13 കിട്ടി. അങ്ങനെ പറയുമ്പോൾ കാലിയാക്കാത്ത, അതായത് കീശ കാലിയാക്കാത്ത, പോക്കറ്റ് കാലിയാക്കാത്ത ഒരു മെഴ്സിഡീസ് ബെൻസ് എന്ന് റണ്ണിങ് കോസ്റ്റിൻ്റെ കാര്യത്തിൽ GLA പറയാം. പക്ഷേ പ്രൈസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ശരിക്കും പഴയ ആ ഒരു GLAയേക്കാൾ പെട്രോൾ വേഷന് 2.25 ലക്ഷം രൂപയും ആ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ഡീസലിന് 3.25 ലക്ഷം രൂപയും ഈ ഒരു ഫോർമാറ്റിങ്ങിന് 4 ലക്ഷം രൂപ വ്യത്യാസമുണ്ട്. അപ്പോൾ വില കൂടി, ശരിക്കും കൂടി, വില കൂടി. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓടിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് 4 വീൽ ഡ്രൈവാണ്, ഫോർമാറ്റിക്കാണ്, ഓഫ് റോഡ് മോഡൊക്കെ ഉണ്ട്. ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി ഒരു ഇത്തിരി എന്താ പറയുക സ്റ്റിഫാണ്. ഇത് AMG ലൈൻ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. അപ്പോൾ ഇതിന് ആ ഒരു റൈഡ് ക്വാളിറ്റി ഒരു സ്റ്റിഫാണ്. പക്ഷേ നല്ല ഹാൻഡ്ലിംഗ് ഉണ്ട്, നല്ല എൻഗേജിങ് ആയ ഡ്രൈവാണ്, നല്ല ഫൺ ഫാക്ടർ ഉണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഫീൽ കൊള്ളാം. ഇരിക്കുന്ന സീറ്റിൻ്റെ ആ ഒരു പോസ്റ്റർ, നമ്മളിരിക്കുന്ന നല്ലൊരു ഉയരത്താണ്, നമുക്ക് എല്ലാം കണ്ടുകൊണ്ട് ഓടിക്കാൻ പറ്റും. പിന്നെ ഈ ബ്ലൂ കളർ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ വലിയ പോസിറ്റീവാണ്. നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ വെന്റിലേറ്റർ സീറ്റില്ല, ഓക്കെ, അതൊന്നും നമ്മളിപ്പോൾ കാര്യമായിട്ട് കാണണ്ട. കാരണം മെഴ്സിഡീസ് ബെൻസിൻ്റെ മോഡലുകളിൽ ഒരുപാട് കൂടിയ മോഡലല്ല GLA. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പരിമിതികൾ നമുക്ക് കാണാൻ പറ്റും, അതെന്തായാലും ഉണ്ടാവും. ഓക്കെ, അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയുമ്പോൾ ഈ വണ്ടിയുടെ 360 ക്യാമറ ഒരു ഇത്തിരി എന്താ പറയുക, ആ പുതിയ MPXൽ ആ ഒരു ക്യാമറ വരുമ്പോൾ ഇത്തിരി കുറവ് പോലെ തോന്നി. അതായത് ബേർഡ് ഐ വ്യൂ ഒന്നും കണ്ടില്ല, അതൊരു കുറവായിട്ട് കാണാവുന്ന കാര്യമാണ്. ബ്രേക്സ് നല്ലതാണ്. അതുപോലെ നമ്മുടെ ആ ഒരു ഓട്ടോ ബ്രേക്ക് നല്ല പറയാം. അതിന് ഫോർവേഡ് കൊളീഷൻ അസിസ്റ്റൻസ് ആണ്. അത് സീംലെസ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ലേറ്റ് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം അത്ര അഗ്രസീവായിട്ട് സെറ്റ് ചെയ്താൽ ബൈക്കാരൊക്കെ നമ്മളെ ശരിക്കും ബുദ്ധിമുട്ടിക്കും. ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പിന്നെ വാണിംഗ് ഓഫ് ചെയ്തുള്ളൂ. എനിക്കത് കുറച്ച് അനേകമായിട്ട് തോന്നി. അങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആ ഒരു വീലിൽ ആ ഒരു ഫ്രിക്ഷൻ്റെ സൗണ്ട് വരുന്നുണ്ട് എന്നുള്ളതൊരു കാര്യമായിട്ട് തോന്നിയ കാര്യമാണ്. ഇതൊക്കെ മാറ്റി നിർത്തിക്കോളൂ. പക്ഷേ ഈ വണ്ടി ഓടിക്കാനായിട്ട് തീർത്തും എൻഗേജിങ് ആണ്, തീർത്തും ഫണ്ണാണ്. ഈ സ്പോർട്ട് മോഡിൽ ശരിക്കും ചവിട്ടി കുത്തി ഓടിക്കാൻ പറ്റുന്നതാണ്. ഇതിന് 8 സ്പീഡ് DCT ആണ്, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പോർട്ട് മോഡ് കുറച്ചും കൂടി ആ ഒരു ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്. പാഡ് ഷിഫ്റ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. എനിക്ക് തോന്നുന്നു സിറ്റിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈക്കോ ആണ് നല്ലത്. അത് ഇത്തിരി കൂടി ഏർലി ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് വളരെ സ്മൂത്തായിട്ട് റൈഡ് നമുക്ക് തരും. എഞ്ചിൻ ട്യൂണിങ് ആണ് തന്നെ. കംഫർട്ട് ആകുമ്പോൾ ഓക്കെ, ഒരു ഇത്തിരി കൂടി ആ ഒരു കംഫർട്ട് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഓടിക്കാൻ പറ്റും. സ്പോർട്ട് ആകുമ്പോഴേ ആ ഒരു ഇത്തിരി അഗ്രസീവ് ആവുന്നു, ഇത്തിരി ഹാഷ് ആവുന്നതിന് കാരണം നമുക്ക് ആ ഒരു ഹൈവേയിൽ അല്ലെങ്കിൽ ഓവർടേക്കിങ്ങിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യാൻ നല്ലത്. സിറ്റിയിൽ യൂസ് ചെയ്യാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു ഇത്തിരി കൂടി ഇൻറ്റ്യൂട്ടീവായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കത് ഓക്കെ ഇത്രയും എൻഗേജിങ് വേണ്ടാന്ന് തോന്നാൻ കാരണമുണ്ട്. പിന്നെ പറയുന്ന കാര്യം സസ്പെൻഷനാണ്. ഇതിൻ്റെ ഫ്രണ്ട് മക്ക് ഫേഴ്സ് സ്റ്റെട്ടാണ്, ബാക്കിലെ ആ ഒരു ടോർഷൻ ബീം തന്നെ. അതായത് ഫ്രണ്ടിൽ നമുക്ക് ഓഫ് റോഡ് വണ്ടികളെ പോലെ ഡബിൾ വിഷ് ബോൺ അല്ല എന്നുള്ളതാണ്. എന്നാലും കംഫർട്ടബിൾ ആണ് വണ്ടി, മോശം റോഡൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ആ ഒരു സ്റ്റിഫ്നെസ് ഈ ഒരു വണ്ടി ഹാൻഡ്ലിങ്ങിന് സഹായിക്കാനായിട്ടുള്ളതുകൊണ്ട് നമ്മളത് വിട്ട് കളയാണ്. ബാക്കിലെടുത്ത് ചാട്ടം കൂടുതലായിട്ട് തോന്നി. ഈ ഒരു പാലത്തിൻ്റെ ജോയിൻ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എനിക്കിതിൻ്റെ ഒരു
ക്വിക്കായിട്ടുള്ള ത്രോട്ടിൽ റെസ്പോൺസ് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സ്പോർട്ട് മോഡ് ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വണ്ടി കായൽ കൊടുക്കുമ്പോൾ എടുത്ത് കയറി പോകുന്നൊരു ഫീല് തീർത്ത് നല്ലൊരു ഗുണമായിട്ട് തോന്നി. അതുപോലെ ആ ഒരു ഡൗൺ ഷിഫ്റ്റിങ്ങുള്ള ഒരു എഞ്ചിൻ്റെ നോട്ടിക്ക് രസമായിട്ട് തോന്നി. ഡീസൽ ക്ലാറ്ററാണ്, പക്ഷേ ആ ക്ലാറ്റർ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഈ മീറ്റർ കൺസോൾ എൻ്റെ ഒരു ഡ്രൈവിംഗ് പോസ്റ്റിലൊരു താഴെയായിട്ടാണ്, അതെനിക്ക് മീറ്റർ കാര്യമായിട്ട് കാണില്ല. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് പറഞ്ഞല്ല, ഇതൊരു സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് തീർന്ന സീനാണ്. പക്ഷേ എനിക്കത് ഇത്തിരി താഴെ തന്നെ വെക്കേണ്ടതുണ്ട്. എനിക്കിതിൻ്റെ ആ ഒരു ചങ്കിനെസ് നല്ല ഹോൾഡ് ചെയ്യാൻ നല്ല രസമായിട്ട് തോന്നി. ഈ ഒരു പുതിയ 6 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഒരു ഭംഗിയും കുഴപ്പമില്ലാത്തൊരു കാര്യമായിട്ട് തോന്നി. ഓക്കെ, സവിശേഷതകൾ സമ്പന്നമായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് GLA എന്നുള്ളതാണ്. 1.3 ടർബോ പെട്രോൾ ഉണ്ട്, കൂടാതെ 4 വീൽ ഡ്രൈവ് നമ്മൾ ഓടിക്കുന്ന ഫോർമാറ്റിക് ഉണ്ട്, ഫ്രണ്ട് വീൽ ഡ്രൈവ് മെഴ്സീഡീസ് ബെൻസിൻ്റെ ഒരു GLA ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച പിക്ക് ഈ ഒരു വണ്ടിയാണ്. ഇതിൻ്റെ എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെ എൻഗേജിങ് ആണ് ഓടിക്കാനായിട്ട്. തീർത്തും സീംലെസ് ആയിട്ട് നമുക്കിങ്ങനെ പൊളിച്ച് ഓടിച്ച് നടക്കാൻ പറ്റിയ വണ്ടിയായിട്ട് GLA കാണാം. GLA വളർന്നു എന്ന് പറയുമ്പോൾ അത് എഞ്ചിനും ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലും പവറിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ആ വളർച്ചയുണ്ട്. ഗിയർ ബോക്സിൽ ഒരിക്കലും കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ നല്ല കാര്യമാണ്. ഗിയർ ബോക്സൊക്കെ ആ ഒരു ഷിഫ്റ്റിങ്ങൊക്കെ ശരിക്കും പ്രിസൈസ് ആണ്. പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ മെല്ലെ ഓടിക്കുമ്പോൾ നമുക്ക് ആ ടാക്കോമീറ്റർ നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതെല്ലാം ചവിട്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ സൗണ്ട് കിട്ടും. എന്നാലും എനിക്ക് DCT ഇഷ്ടപ്പെട്ടു. 8 സ്പീഡ് DCT നല്ലതാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു 8ാമത്തെ ഗിയറിലെത്തിയിട്ട് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് കൂടായിട്ട് എഫിഷ്യൻ്റായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വിധത്തിലേക്ക് എൻ്റെ ഒരു ഇക്കോ കംഫർട്ട് മോഡൽ. എന്നാൽ കുറച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ച് നമ്മൾ ആ ഒരു 4500 1600 എന്നുള്ള റെഡ് ലൈനിലേക്ക് എത്തിച്ചുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്പോർട്ട് മോഡും എല്ലാം കൊള്ളാം. ഓഫ് റോഡ് ചെയ്ത് നോക്കാൻ പറ്റില്ല, പിന്നെ GLA കൊണ്ട് ഓഫ് റോഡ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു GLA, അതാണ് ഈ ഒരു വണ്ടി, അതാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് കലോക്കാം. അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.